മേഡം വന്നു. ഇനി തന്റെ പ്രേതകഥയൊന്നും വേണ്ട. എന്തായി മാഡം? ഡിവൈഎസ്പി എന്ത് പറഞ്ഞു? അന്വേഷണം ഏത് ദിശയിലാ? അന്വേഷണം നടക്കുന്നുണ്ടെന്നാ പറയുന്നേ. പക്ഷെ പരാതി കൊടുക്കാൻ പോയപ്പോ ഉണ്ടായിരുന്നൊരു സഹകരണം ഇന്ന് അയാൾ കാണിച്ചില്ല. അതങ്ങനെ വിട്ട പറ്റില്ല മാഡം. രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കൊണ്ടൊന്ന് വിളിച്ച് വരട്ടിപ്പിക്കാം. PDF-ന്റെ ശക്തി നമുക്ക് അറിയിച്ചു കൊടുക്കാം. ഒന്നും വേണ്ട. എന്റെ അനുമതിയില്ലാതെ ചാടിക്കേറി ഒന്നും ചെയ്യണ്ട. ആ, അവിടെ വെച്ച് ഞാൻ നന്ദനെ കണ്ടു. നന്ദന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, അവന്റെ ഒരു ഫ്രണ്ട്. ഡിവൈഎസ്പി ഓഫീസിലാണോ മാഡം? ഞാൻ അകത്തേക്ക് പോകുമ്പോ അവര് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അല്ല, നന്ദനിപ്പോ എന്തിനാ അവിടെ വന്നേ? ഞാൻ ഡിവൈഎസ്പിയോട് ചോദിച്ചു. ഏതോ വാഹനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെന്നാ പോലീസ് പറഞ്ഞത്. പക്ഷേ പോലീസ് പറയുന്നതില് എന്തൊക്കെയോ ഒരു മിസ്സിംഗ് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ മോൻ എവിടെയാ പോയേക്കുന്നേ? അവന് വഴക്ക് പറഞ്ഞ ദേഷ്യത്തില് എന്നോട് പിണങ്ങി നിൽക്കുകയാണോ? അതോ എന്തെങ്കിലും അസുഖമോ അപകടമോ എന്തെങ്കിലും പറ്റിയതായിരിക്കോ? ആശുപത്രിയിലായിരിക്കോ? മാഡം വിഷമിക്കണ്ട. ഋഷി ജീവനോടെ തന്നെ ഉണ്ടാവും. മരിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. മാഡം, നീ എന്താ പറഞ്ഞേ? അല്ല, എന്റെ മോൻ മരിച്ചു കാണില്ലെന്നോ? അയ്യോ അല്ല, നിനക്കതൊക്കെ നിസ്സാരാണല്ലോ. അല്ല അങ്ങനെയല്ല മാഡം. മാഡം, അയ്യോ മാഡം, മാഡം വേണ്ട. എന്താണോ ത്യാഗരാജ? എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്ത് വിളിച്ച് പറയാമെന്നാണോ? ഋഷിക്ക് ജന്മം കൊടുത്തവളാ ഞാൻ. പിന്നെ മരണക്കടക്കയിൽ വെച്ച് ജീവനും കൊടുത്തു. എന്റെ മനസ്സും ശരീരമൊക്കെ എന്റെ മോന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവളാ ഞാൻ. കോമയിൽ കിടക്കുമ്പോ അവന്റെ വിരലൊന്ന് അനങ്ങിയ, കണ്ണൊന്ന് ചിമ്മുമ്പോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. അവന്റെ ശരീരം ഒന്ന് പോറിയാ പോലും സഹിക്കാൻ പറ്റില്ല എനിക്ക്. ആ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്ന നിന്നുണ്ടല്ലോ. വേണ്ട മാഡം, വേണ്ട. ഇനിയോ ആ വാ തുറന്നാ എന്റെ കൈന്റെ ചൂട് ശരിക്കും അറിയൂ നീ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാതങ്ങ് വിളിച്ച് പറയാമോ ത്യാഗരാജ? മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലേ പ്രേതങ്ങളല്ല മനുഷ്യന്മാരെ ആക്രമിക്കുന്നേ. ത്യാഗരാജ